അധികാരത്തിന്റെ ഇടനാഴികളിൽ ചോദ്യങ്ങളെ ഭയക്കുന്ന ഭരണകൂടങ്ങളുടെ ഒളിച്ചോട്ടത്തിനാണ് കേരളവും രാജ്യവും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ റിപ്പോർട്ടർ ടിവിക്കെതിരെ മാധ്യമ സെൻസറിംഗ് ഏർപ്പെടുത്തുമ്പോൾ അങ്ങ് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖം തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചൊരു വീഡിയോ സതീശനാദികൾക്ക് വേണ്ടി നമ്മുടെ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് വലിയ രീതിയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന സ്മൃതി പരുത്തിക്കുരുവിന്റെ ഒരു വാക്കാണ് കേട്ടോ. അല്ലെ, ഒരു സ്മൃതി പരുത്തിക്കുരു പറയുന്ന കാര്യങ്ങളാണ്. സ്മൃതി പരുത്തിക്കുരുവിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. വലിയ ചടുലമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് സതീശന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സ്മൃതിക്കുള്ളത്. നേരം വെളുത്താൽ വൈകോളം സതീശനാദികൾക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സ്മൃതിയുടെ ശരിക്കുമുള്ള പണി. സതീശനാദികൾ അധികാരത്തിൽ വന്ന അന്ന് തൂക്കി ത്രിവർണ്ണ പതാകകളാലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് വലിയ ഫ്ലോറിൽ കിടന്ന് വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പ്രോ ലെഫ്റ്റ് ആണെന്ന് പറയുന്ന സ്മൃതി എന്ന് പറയുന്ന സ്മൃതീശൻ്റെ ശരിക്കുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖം മൂടി അഴിഞ്ഞു വീണ സമയമായിരുന്നു വലതുപക്ഷം അധികാരത്തിൽ വന്ന സമയം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം ഇവിടെ നിന്ന് തോറ്റ് പടിയിറങ്ങിപ്പോയി വലതുപക്ഷം അധികാരത്തിലേക്ക് കയറിയ സമയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്മൃതി നല്ല രീതിയിൽ പണിയെടുത്തത് ശരിക്കും പ്രോ ലെഫ്റ്റ് എന്ന് പറയുന്നത് UDF അനുഭാവികളെയാണോ എന്ന് നമുക്ക് തോന്നും വിധമാണ് സ്മൃതി അവിടെ കിടന്ന് പണിയെടുത്തത്. ഏതൊരു വിഷയമുണ്ടായാലും പിണറായി വിജയനെതിരെ സംസാരിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ അജണ്ടയുമായിട്ട് നേരം വെളുത്താൽ മാധ്യമ പ്രവർത്തനത്തിനിറങ്ങും. എന്നിട്ട് മാപ്രയുടെ പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കാണുന്നതും കിട്ടുന്നതും ഒക്കെ എടുത്തുകൊണ്ട് വന്നങ്ങ് സംസാരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്ന വാർത്തകൾ എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കുമെന്ന് സാരം കേട്ടോ. അപ്പം അങ്ങനെ സ്മൃതി ശരിക്കും ആർക്ക് വേണ്ടിയാണ് പണിയെടുത്തതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായതാണ്. നമ്മളെല്ലാവരും അതിരൂക്ഷമായിട്ട് അതിനെ വിമർശിച്ചതുമാണ്. ഇന്ന് അതേ സ്മൃതി വളരെയധികം ശബ്ദത്തോടുകൂടി ഗർജിച്ചുകൊണ്ട് നിന്നിരുന്ന സ്മൃതി ശബ്ദമൊക്കെ താഴ്ത്തി തീരെ വയ്യാത്ത അവശയായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ പൂക്കികൾ കാണിക്കുന്ന പൂക്കിത്തരം എന്താണെന്ന് ശരിക്കും മനസ്സിലായതുകൊണ്ട് സ്മൃതിക്ക് ശരിക്കും സത്യങ്ങൾ തുപ്പേണ്ടി വരുന്ന അല്ല സത്യങ്ങൾ വിളിച്ച് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. റിപ്പോർട്ടർ ചാനൽ ശരിക്കും നല്ല രീതിയിൽ ബൂസ്റ്റിംഗ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ സതീശനാദികൾക്ക് വേണ്ടിയായിരുന്നു. അത് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണല്ലോ. അപ്പം അങ്ങനെ സതീശനാദികൾക്ക് വേണ്ടിയിട്ട് എല്ലാ നേരവും ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ നല്ല രീതിയിൽ ബൂസ്റ്റിങ്ങും കൊടുത്ത് എല്ലാ സമയത്തും ഇവരിങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ആ മെഴുകലുകൾക്കെല്ലാം വിരാമമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സതീശൻ്റെ ഓരോ പ്രവൃത്തികളും സതീശൻ്റെ ഓരോ രീതികളുമൊക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉണ്ടല്ലോ, ആ കോർഡിനേറ്ററിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരുടെ പോലീസാണ്? UDFൻ്റെ തന്നെ പോലീസായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പോലീസ് സൈന്യം അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? 100 ഗ്രാം MDMA കൈവശം വെച്ചു എന്നുള്ളൊരു പേരില്ല. ഒരാളെയല്ല 4-5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 4-5 പേർക്കും വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ട് വലിയ ബന്ധമുള്ള വലിയ അടുപ്പമുള്ള ആളുകളാണ്. ഒരു മുഖ്യമന്ത്രി ഒരാളുടെ വീട്ടിലേക്ക് പോയി അവരുടെ വീട്ടിലെ ഒരു വിശേഷ ദിവസം പങ്കെടുക്കണമെങ്കിൽ അവരുമായിട്ട് എങ്ങനെയുള്ള ബന്ധമാണെന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാം അല്ലേ. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ വലതുപക്ഷ അനുഭവമുള്ള കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, ശരിക്കും നിങ്ങളുടെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ അവർ പറഞ്ഞത്, എടാ അവർക്കിപ്പം ഇങ്ങനെ ചികഞ്ഞു നോക്കാൻ പറ്റുമോ വന്നിരിക്കുന്ന ആളിൻ്റെ ആ ഒരു ചരിത്രം എന്താണെന്ന്, വന്നിരിക്കുന്ന ആൾ ഏത് സ്വഭാവമുള്ളവരാണെന്ന് എങ്ങനെയാണ് വി.ഡി. സതീശൻ അറിയുക? ഇതിനു മുൻപും പിണറായി വിജയൻ്റെ കുറേ കൂട്ടത്തിലുള്ള ആളുകളെ പിടിച്ചിട്ടില്ലേ? പിണറായി വിജയൻ ഇതിനെപ്പറ്റി വല്ലതും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇവരൊന്നും അറിയില്ലടാ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർ പറയുന്നത്. പക്ഷേ ഇത് പിണറായി വിജയൻ്റെ വിഷയത്തിലായിരുന്നു. പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ളവരെയാണ് പിടിച്ചതെങ്കിൽ ഈ രീതിയിലുള്ള മെഴുകലല്ല കേട്ടോ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇത് വി.ഡി. സതീശൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ പിടിച്ചപ്പോൾ അതിന് വേറൊരു നിയമം അല്ലെ വേറൊരു നയം. വി.ഡി. സതീശൻ അങ്ങനെയുള്ള ആളുകളെ അറിയത്തുപോലും ഇല്ല എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപേ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയം മുതൽക്ക് തന്നെ ഈ പറയുന്ന പ്രതികളുമായിട്ട് വി.ഡി. സതീശന് നല്ല ബന്ധമുണ്ട്. എന്നാൽ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണോ ഇവന്മാർ ഈ MDMA കച്ചവടം നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതേ എന്ന് നമുക്ക് തോന്നും വിധമുള്ള പരിപാടികളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ 7 ജില്ലകളിലായിട്ട് വ്യാപിച്ച് നടക്കുന്ന MDMA വിതരണമായിരുന്നു ഇവന്മാർ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ MDMA എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വി.ഡി. സതീശൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡീൽ പരിപാടിയായിരുന്നു. അങ്ങനെ MDMA 7 ജില്ലകളിലായിട്ട് വിതരണം ചെയ്ത ഇവനെ ഈ OJ ജനീഷ് എന്ന് പറയുന്ന ഒരു മന്ത്രി വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താ, ശരിക്കും ഇവരല്ല പ്രശ്നം, ഇവർ വെറും കണ്ണികളാണ്, ഇത് വിതരണം ചെയ്യുന്ന ഇവരുടെയൊക്കെ കൊമ്പന്മാരുണ്ടല്ലോ അവന്മാരാണ് പ്രശ്നമെന്നാണ്. എൻ്റെ പൊന്ന് ജനീഷേ, ഇവന്മാർ തന്നെയാണ് കൊമ്പന്മാരെന്നേ. 7 ജില്ലകളിൽ സർവീസ് നടത്തണമെങ്കിൽ
അല്ലെങ്കിൽ 7 ജില്ലകളിൽ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ഗട്ട്സ്, ഇവന്മാരുടെ പവർ, ഇവന്മാരുടെ സ്വാധീനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് രമേശ് ചെന്നിത്തലയോട് ബഹുമാനമുള്ളൂ, ഇവന്മാരെ തൂക്കിയതിന്. ശരിക്കും രമേശ് ചെന്നിത്തല പോലും അറിഞ്ഞിട്ടാണ് തൂക്കിയതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ കണ്ടു ഇവന്മാരെ തൂക്കിയ പോലീസിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു പൂക്കിത്തരം. ഇവന്മാരെ തൂക്കാൻ വേണ്ടി കൂട്ടു നിന്നിട്ടുള്ള 2 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സസ്പെൻഡ് ഒന്നും ചെയ്തില്ല, നൈസായിട്ട് അങ്ങ് സ്ഥലം മാറ്റി. അതിൻ്റെ ഒരു വാർത്ത എനിക്ക് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ സ്മൃതിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, പഴയതുപോലെ. ബാക്കി ഒന്ന് കേട്ടു നോക്കാം. 11 വാർത്തകളാണ് 24 മണിക്കൂറിന്റെ ഭരണകൂട ഇടപെടലിനെ തുടർന്ന് മെറ്റ നീക്കം ചെയ്തത്. പിന്നെ കൗതുകരമായ കാര്യം ഈ വാർത്തയും നീക്കുമോ എന്ന വാർത്താ കാർഡും മെറ്റ നീക്കി എന്നതാണ്. എന്നാൽ ഭരണകൂടങ്ങളുടെ ഈ ജനാധിപത്യ ധ്വംസങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം. ഡാൻസ് കണ്ടില്ലേ? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല ആളുകളും പറയാൻ തുടങ്ങി. നമുക്ക് പിണറായി 3 വരെയായിരുന്നു നമുക്ക് നല്ലത്. കണ്ടില്ലേ, അയാൾക്ക് പകരം അയാൾ മാത്രമാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ നമ്മളെ അതിരൂക്ഷമായിട്ട് വിമർശിക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ വന്ന് വലിയ മെഴുകലുകളായിരുന്നു പല അടിമകളും. എന്നാൽ ഇന്ന് അയാൾ തന്നെ മതിയായിരുന്നുവെന്ന് എല്ലാ രീതിയിലും, എല്ലാ തരത്തിലും, എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞൊരു പുതിയ നുണയുണ്ട് കേട്ടോ ഇന്നത്തെ. അതായത് മുഹമ്മദ് ഹുസൈനെ പരിചയം നവകേരള സദസ്സ് നടന്ന സമയത്ത്, അതായത് 2023 നവംബറിലാണെന്നുള്ളത്. അന്നാണ് ഈ പറയുന്ന മുഹമ്മദ് ഹുസൈനെ പരിചയപ്പെട്ടത്. അന്ന് അപകടത്തിൽ എന്തോ ആയിരുന്ന ഒരു മുഹമ്മദ് ഹുസൈനെ ശരിക്കും പറഞ്ഞാൽ അപകടാവസ്ഥയിൽ കിടക്കുന്ന ആളിനെ കാണാൻ വേണ്ടി പോയുള്ള പരിചയമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ മേനോൻ സാറേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനൊപ്പമുള്ള ഫോട്ടോ പ്രതി പോസ്റ്റ് ചെയ്തത് 2021 സെപ്റ്റംബറിലാണ് കേട്ടോ. 2023 നവംബറിലാണ് കണ്ടതെന്ന് പറയുന്ന VD സതീശൻ ജി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഫോട്ടോ അവൻ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2021 സെപ്റ്റംബറിലാണ്. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 2 വർഷത്തിൻ്റെ അല്ല 3 വർഷത്തിൻ്റെ കൂടി ഗ്യാപ്പ് വരുന്നുണ്ട്. അതൊരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളിലും ഈ ഒരു ഗ്യാപ്പുണ്ട്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വലിയ മെഴുകലുകളുമായിട്ടൊക്കെയാണ് സതീശൻ ജി ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളൊരു കാര്യം കൂടി കാണിച്ചിരുന്നു, കണ്ടുവയ്ക്കാം. മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോൾ ഈ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. നവകേരള യാത്രയിൽ മർദ്ദനമേറ്റ ആൾ എന്ന നിലയ്ക്കാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായി വെങ്ങോല പഞ്ചായത്തിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു, കാണുന്നു. അതിനുശേഷം പലതവണയായി അയാൾ വന്ന് കണ്ടിട്ടുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി പറയുകയാണ്. അതിനപ്പുറമുള്ള എന്തൊക്കെ വാസ്തവങ്ങളാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്? ഇപ്പോൾ അതിനുശേഷം പരിചയപ്പെട്ടു, കാര്യങ്ങൾ ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലാണ് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നവകേരള മാർച്ചിന് മുമ്പുള്ള കുറെ ഫോട്ടോകൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഇത് ഏതെങ്കിലും ഒരു തവണ VD സതീശൻ ഹുസൈന്റെ വീട്ടിലേക്ക് പോയ വീഡിയോ മാത്രമല്ല ഹുസൈൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾ ഒരു 10ലധികം തവണ ഒരാളുടെ കൂടെയുള്ള ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്യണമെങ്കിൽ ഉറപ്പായും കാണുന്ന എല്ലാ സമയത്തും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യില്ലല്ലോ. എന്തായാലും അതിലേറെ തവണ കാണാനുള്ള ബന്ധം മുഖ്യമന്ത്രിയും ഈ പറയുന്ന ഹുസൈനും തമ്മിൽ ഉണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. ഇപ്പോൾ നവകേരള യാത്രക്കിടെ പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ സംഭവം അന്നൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഹുസൈൻ എന്ന കാര്യമാണല്ലോ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. നവകേരള യാത്ര നടന്നത് 2023 യാത്രയുമായി ബന്ധപ്പെട്ട യാത്രയിൽ പരിക്കേറ്റ ഈ വെങ്ങോല പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൃത്യമായ വിവരമുണ്ടോ? പ്രാവശ്യം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇങ്ങനെ പോലീസ് ലാത്തിചാർജ് നടന്നിരുന്നു. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതിന്റെയൊക്കെ ദൃശ്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഇവിടെ ഈ ഒരു പ്രശ്നം, ഈ പറയുന്ന ഹുസൈൻ, അത് അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിക്കുന്നതിന്റെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെയും എല്ലാം റീലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് അദ്ദേഹം ബസ് വരുമ്പോൾ, അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ബസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ സൈഡിൽ നിന്നും കരിങ്കൊടി കാണിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പോലീസുകാരൻ പോലും തടയുകയോ മർദ്ദിക്കുന്നതോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴുള്ള ദൃശ്യങ്ങളും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ റീൽസുകളായി ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ റീലിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എവിടെയും ക്രൂരമായി മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വരുന്ന നിലയിലേക്ക് മർദ്ദനമേറ്റതിന്റെ ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല എന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ
എന്താ സതീശൻ ജി കാണുന്നത്? ഹൈ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാവും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്? നാം ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ടൊക്കെ വേണ്ട പറയാൻ. പ്ലാൻ പണ്ണണോ ഇല്ലെന്നാ മൂഞ്ചി കുത്തി ഇതുപോലെ ഇരിക്കും കേട്ടോ. എന്തൊക്കെ മെഴുകലായിരുന്നു. നവകേരള സദസ്സിൽ അടികൊണ്ട് വയ്യാതായി അവശനിലയിൽ കിടക്കുന്ന അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ശിവ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്? അടപടലം തേഞ്ഞൊട്ടിയില്ലേ സതീശനാദികളെ? എടോ ലേശമെങ്കിലും ഒളുപ്പെന്ന്, എൻ്റെ പൊന്ന് മേനോൻ സാറേ, എൻ്റെ പൊന്ന് CM സാറേ, ലേശമെങ്കിലും ഒളുപ്പെന്ന് പറഞ്ഞൊരു സാധനം, ഒരല്പം, ഒരു പൊടിക്ക് കുറച്ചെങ്കിലും അതെങ്കിലും വേണം കേട്ടോ. ഇതിനെയൊക്കെ മെഴുകുന്ന ന്യായീകരണ തൊഴിലാളികളെ നീയൊക്കെ എന്തടാ തിന്നുന്നത്? എനിക്ക് അറിയാൻ വയ്യെന്നിട്ട് ചോദിക്കുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് വീണ്ടും പിണറായി വിജയനെ കുറ്റം പറയുന്ന അടിമകളെ നീയൊക്കെ എന്ത് ക്യാപ്സ്യൂളായി തിന്നുന്നത്? UDF വായിലേക്ക് ഇട്ടിട്ടങ്ങ് വെള്ളം ഒഴിച്ച് തരികയാണോ, അതോ നീയൊക്കെ സന്തോഷത്തോടുകൂടി വിഴുങ്ങുന്നതാണോ? ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം തരണം കേട്ടോ. ഏതെങ്കിലും ഒരു കമൻറ്റോളി അല്ലെങ്കിൽ ന്യായീകരണ തൊഴിലാളി എന്തു പറഞ്ഞാലും കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാനിതൊക്കെ അങ്ങ് നിർത്തി കട്ടയം പടവും പൂട്ടി അങ്ങ് പോകുന്നൊരു വിചാരമുണ്ടോടാ മോനെ? അങ്ങനെ പോകാനേ നീയൊക്കെ വേറെ ആളെ നോക്കണം. ഈ പരിപാടിക്ക് ഇറങ്ങിയതേ ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കാനും ഈ നാട്ടിലെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ ആ പണി നല്ല കൃത്യമായിട്ടും വെടുപ്പോടുകൂടി ചെയ്തിട്ടേ ഞാൻ പോവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, തെറി വിളിച്ചത് കൊണ്ടോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ രണ്ടടി അടിച്ചത് കൊണ്ടോ ഞാനങ്ങ് നന്നാകുമെന്നൊരു തീരുമാനമുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കുന്നേ. VD സതീശൻ എന്ത് ചെയ്താലും പാവം ചെയ്തോട്ടെന്നേ. പിണറായി വിജയനാണെങ്കിലോ ഓഹോ ഇവൻ അത്രയ്ക്കായോ, ആരവിടെ ഇവനെ വെട്ടിക്കളയുവൻ എന്നൊക്കെ പറയുന്നൊരു പ്രവണതയുണ്ടല്ലോ. ഇതൊന്നും ഇവിടെ നടക്കില്ലടാ മക്കളെ. ഇന്നിപ്പോൾ കേരളത്തിലെ ഓരോ ജനങ്ങളും, കേരളത്തിലുള്ള ഓരോ ആളുകളും എടുത്തു പറയുകയാണ് പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു, അയാളായിരുന്നു ശരിയെന്നുള്ളത്. ഇതിനിയും മനസ്സിലാവാത്ത കുറേ മരവാഴകൾ കിടന്ന് മെഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എന്തൊരവസ്ഥയാണ്. ഇവന്മാരെ പറ്റി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. തലയിൽ തലച്ചോറില്ല, തലയിൽ ആൾതാമസമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവന്മാർക്ക് മനസ്സിലാവാൻ പോകണില്ലെന്നേ. എടാ എന്തുവാടാ ഇത്? കഷ്ടം.